20 ഓഗസ്റ്റ് 2023 അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമിലേക്ക് നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ്റെ കണ്ടിന്യൂഷനാണ്. ജനറൽ ആൻഡ് ഫോറിൻ കോർപ്പറേഷനിൽ നിന്ന് 61 മുതൽ 80 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് വാസ് ഫോർമർലി നോൺ ആസ്. ഫസ്റ്റ് ഓപ്ഷൻ കേരള കോപ്പറേറ്റീവ് ലോഡ് മോർഗേജ് ബാങ്ക്, സെക്കൻഡ് ഓപ്ഷൻ കേരള സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക്, തേർഡ് ഓപ്ഷൻ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ മുമ്പത്തെ പേര് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 61ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നാണ്. 61ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് വാസ് ദി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫസ്റ്റ് ഓപ്ഷൻ PK ഹരികുമാർ, സെക്കൻഡ് ഓപ്ഷൻ MP പോൾ, തേർഡ് ഓപ്ഷൻ സി രാധാകൃഷ്ണൻ, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 62ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ MP പോളാണ്. ഫസ്റ്റ് സെക്രട്ടറി ആണ് കാരു നീലകണ്ഠ പിള്ളയായിരുന്നു. ഇത് ഫസ്റ്റ് പ്രസിഡന്റ് ആയതുകൊണ്ട് 62ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ MP പോളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 63ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്പിന്നിംഗ് മിൽസ് ഈസ് അറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ ഗുജറാത്ത്, സെക്കൻഡ് ഓപ്ഷൻ തിരുപ്പൂർ, തേർഡ് ഓപ്ഷൻ മുംബൈ, ഫോർത്ത് ഓപ്ഷൻ ന്യൂഡൽഹി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്പിന്നിംഗ് മിൽസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 63ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ മുംബൈ ആണ്. 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് കൺസീവ്ഡ് ബൈ. 64ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ ഡോക്ടർ DR ഗാഡ്ഗിലാണ്. 64ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പാട്രോണേജ് ഡിവിഡൻഡ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ഫസ്റ്റ് ഓപ്ഷൻ ആപ്കോ സൊസൈറ്റീസ്, സെക്കൻഡ് ഓപ്ഷൻ റോക്കഡേൽ പൈനേഴ്സ്, തേർഡ് ഓപ്ഷൻ കോൽക്കോസ്, ഫോർത്ത് ഓപ്ഷൻ കിബൂഡ്സ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? പാട്രോണേജ് ഡിവിഡൻഡ് മെമ്പേഴ്സിന് അവർക്ക് ഡിവിഡൻഡ് കൊടുക്കുക പ്രോഫിറ്റിൽ നിന്ന് അവരുടെ ട്രാൻസാക്ഷനെ ബേസ് ചെയ്ത് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. 65ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ റോക്കഡേൽ പൈനേഴ്സ് ആണ്. 66ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഫസ്റ്റ് ഓപ്ഷൻ തിരുവനന്തപുരം, സെക്കൻഡ് ഓപ്ഷൻ കണ്ണൂർ, തേർഡ് ഓപ്ഷൻ കോഴിക്കോട്, ഫോർത്ത് ഓപ്ഷൻ കൊച്ചി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് 66ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ കൊച്ചി. 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. There are dash redefined cooperative principles approved by the International Cooperative Alliance General Assembly in Manchester. First option 6, second option 7, third option 8, fourth option none of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എത്ര റീഡിഫൈൻഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ് അപ്രൂവ് ചെയ്തിട്ടുള്ളത് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ ജനറൽ അസംബ്ലി ഇൻ മാഞ്ചസ്റ്ററിൽ വെച്ച്? 1995 എത്ര റീഡിഫൈൻഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്? 67ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ 7 ആണ്. 68ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദി ഫ്രൂട്ട് ജ്യൂസ് മാർക്കറ്റഡ് ബൈ മിൽമ. ഫസ്റ്റ് ഓപ്ഷൻ റിഫ്രഷ്, സെക്കൻഡ് ഓപ്ഷൻ മാ, തേർഡ് ഓപ്ഷൻ ഫ്രൂട്ടി, ഫോർത്ത് ഓപ്ഷൻ റിയൽ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ഫ്രൂട്ട് ജ്യൂസാണ് മാർക്കറ്റ് ചെയ്യുന്നത് മിൽമ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 68ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ റിഫ്രഷ് ആണ്. നമുക്കറിയാം മിൽമ 1980 രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മിൽമയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ട്രിവാൻഡ്രം ആണ്. ഓക്കെ, അപ്പോൾ 68ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ദി enthusiasm in the world will not be enough unless we have trained personnel to run the cooperative societies. This comment is made by. First option Mahatma Gandhi, second option Jawaharlal Nehru, third option Indira Gandhi, fourth option none of this. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഓൾ ദി enthusiasm in the world, വേൾഡിലെ എല്ലാ enthusiasവും will not be enough. ഇനഫ് അല്ല. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? we have a trained personnel to run the cooperative societies. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൺ ചെയ്യാൻ ട്രെയിൻഡ് പേഴ്സണൽ ഇല്ലെങ്കിൽ ഓൾ ദി enthusiasm in the world will not be enough. ഇത് ആരുടെ കമൻറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 69ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ ജവഹർലാൽ നെഹ്റു ആണ്. 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിപ്പീറ്റഡ് തന്നെയാണ്. ജപ്പാൻ ഈസ് ഫേമസ് ഫോർ ഡാഷ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ്. ഫസ്റ്റ് ഓപ്ഷൻ മാർക്കറ്റിംഗ്, സെക്കൻഡ് ഓപ്ഷൻ ഫോറസ്റ്റ്, തേർഡ് ഓപ്ഷൻ ഫിഷറീസ്, ഫോർത്ത് ഓപ്ഷൻ മൾട്ടി പർപ്പസ്. 70ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ മൾട്ടി പർപ്പസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
71ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിപ്പീറ്റഡ് തന്നെയാണ്. ഡാഷ് വാസ് നോൺ ആസ് ദി ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ഫസ്റ്റ് ഓപ്ഷൻ ലുസാറ്റി, സെക്കൻഡ് ഓപ്ഷൻ ഫെഡറിക് നിക്കോൾസൺ, തേർഡ് ഓപ്ഷൻ ഡോക്ടർ വില്ലിംഗി, ഫോർത്ത് ഓപ്ഷൻ സ്വാമിനാഥൻ. ഡാഷ് വാസ് നോൺ ആസ് ദി ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ആരാണ്? 71ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ ഡോക്ടർ വില്യം കിങ് ആണ്. ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് ആണ്. 71ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. 72ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. LUR ലർ ബ്രാൻഡ് ഈസ് ദി ട്രേഡ് നെയിം ഓഫ് ഡയറി പ്രൊഡക്ട്സ് ഓഫ്. 72ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ ജപ്പാൻ, സെക്കൻഡ് ഓപ്ഷൻ ഡെൻമാർക്ക്, തേർഡ് ഓപ്ഷൻ സ്വീഡൻ, ഫോർത്ത് ഓപ്ഷൻ ഇറ്റലി. ഏതാണ്? 72ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ്. ആൻസർ ഡെൻമാർക്കാണ്. ഡെൻമാർക്ക് ഡയറി ഫാം ഓഫ് യൂറോപ്പാണ്. അതുപോലെ തന്നെ കൺട്രി വിത്തൗട്ട് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ആണ്. അപ്പോൾ LUR ലർ ബ്രാൻഡ് ഈസ് ദി ട്രേഡ് നെയിം ഓഫ് ഡയറി പ്രൊഡക്ട്സ് ഓഫ്. 72ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ്. ആൻസർ ഡെൻമാർക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 73ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ ഡാഷ് ടു ഫാർമേഴ്സ് വാസ് നോൺ ആസ് തക്കാവി ലോൺസ്. ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെൻറ്, സെക്കൻഡ് ഓപ്ഷൻ കൊമേഴ്സ്യൽ ബാങ്ക്സ്, തേർഡ് ഓപ്ഷൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഫോർത്ത് ഓപ്ഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ ആര് പ്രൊവൈഡഡ് ചെയ്യുന്നതാണ്? ഫാർമേഴ്സിന് ആര് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നോൺ ആസ് തക്കാവി ലോൺസ് എന്ന് അറിയപ്പെടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 73ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡഡ് ബൈ. ആൻസർ എ ആണ്. ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ആർക്ക്? ഫാർമേഴ്സിന് വാസ് നോൺ ആസ് തക്കാവി ലോൺസ്. കൺസെഷണൽ ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ ലോൺ പ്രൊവൈഡ് ചെയ്യും, അഗ്രികൾച്ചർ ലോൺസൊക്കെ. അതാണ് തക്കാവി ലോൺസ് എന്ന് പറയുന്നത്. തക്കാവി ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. 73ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ലോഞ്ച്ഡ് ബൈ. ഫസ്റ്റ് ഓപ്ഷൻ KCRDB, സെക്കൻഡ് ഓപ്ഷൻ KSCB, തേർഡ് ഓപ്ഷൻ RBI, ഫോർത്ത് ഓപ്ഷൻ നബാർഡ്. ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം. 74ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ നബാർഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 75ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് വാസ് ഹെഡഡ് ബൈ. ഫസ്റ്റ് ഓപ്ഷൻ കുസറു, സെക്കൻഡ് ഓപ്ഷൻ ശിവരാമൻ, തേർഡ് ഓപ്ഷൻ SD മിശ്ര, ഫോർത്ത് ഓപ്ഷൻ വൈകുന്ത് മേത്ത. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സ്റ്റഡി ടീം ഓൺ കോപ്പറേറ്റീവ് ട്രെയിനിങ് വാസ് ഹെഡഡ് ബൈ. ഹെഡഡ് ചെയ്തിട്ടുള്ളത് 75ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. SD മിശ്രയാണ്. അപ്പോയിൻറ്റ് ചെയ്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. 1961 അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. 75ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിപ്പീറ്റഡ് തന്നെയാണ്. ഡാഷ് ഈസ് ദി മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ഓപ്ഷൻ ദ കോപ്പറേറ്റർ, സെക്കൻഡ് ഓപ്ഷൻ സഹകരണ വീതി, തേർഡ് ഓപ്ഷൻ മുൻവഴി, ഫോർത്ത് ഓപ്ഷൻ പെർസ്പെക്റ്റീവ്. 76ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. ആൻസർ ദ കോപ്പറേറ്റർ ഈസ് ദി മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. 76ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 77ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദി ഹയസ്റ്റ് അതോറിറ്റി ഓഫ് ICA. ഫസ്റ്റ് ഓപ്ഷൻ ജനറൽ കൗൺസിൽ, സെക്കൻഡ് ഓപ്ഷൻ ജനറൽ അസംബ്ലി, തേർഡ് ഓപ്ഷൻ റീജിയണൽ അസംബ്ലീസ്, ഫോർത്ത് ഓപ്ഷൻ സെക്ടറൽ ഓർഗനൈസേഷൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ICAയുടെ ഹയസ്റ്റ് അതോറിറ്റി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 77ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ ജനറൽ അസംബ്ലിയാണ്. 78ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വാസ് ഫോംഡ് ഇൻ ദി ഇയർ. ഫസ്റ്റ് ഓപ്ഷൻ 1949, സെക്കൻഡ് ഓപ്ഷൻ 1952, തേർഡ് ഓപ്ഷൻ 1956, ഫോർത്ത് ഓപ്ഷൻ 1963. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വാസ് ഫോംഡ് ഇൻ ദി ഇയർ. 78ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ 1956. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 79ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് വാസ് ദി കോപ്പറേറ്റീവ് മിനിസ്റ്റർ വെൻ ഡിപ്പോസ്റ്റ് മൊബിലൈസേഷൻ സ്റ്റാർട്ടഡ് ഇൻ കേരള. ഫസ്റ്റ് ഓപ്ഷൻ ബേബി ജോൺ, സെക്കൻഡ് ഓപ്ഷൻ M കമലം, തേർഡ് ഓപ്ഷൻ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി, ഫോർത്ത് ഓപ്ഷൻ MV രാഘവൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കേരളത്തിലെ ഡിപ്പോസ്റ്റ് മൊബിലൈസേഷൻ കോപ്പറേറ്റീവ് സെക്ടറിൽ ആരംഭിച്ചപ്പോൾ ആരായിരുന്നു കോപ്പറേറ്റീവ് മിനിസ്റ്റർ ഇൻ കേരള എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 79ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ ബേബി ജോൺ ആണ്. എന്നാണ് ഡിപ്പോസ്റ്റ് മൊബിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത് കേരളത്തിൽ? 1976. അപ്പോൾ 79ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കോപ്പറേറ്റീവ് ന്യൂസ് ഡൈജസ്റ്റ് ഈസ് പബ്ലിഷ്ഡ് ബൈ. അതായത് കോപ്പറേറ്റീവ് ന്യൂസ് ഡൈജസ്റ്റ് ഈസ് പബ്ലിഷ്ഡ് ബൈ. ഫസ്റ്റ് ഓപ്ഷൻ KSCB, സെക്കൻഡ് ഓപ്ഷൻ നബാർഡ്, തേർഡ് ഓപ്ഷൻ NCUI, ഫോർത്ത് ഓപ്ഷൻ RBI. ഏതാണ് ആൻസർ? ദ കോപ്പറേറ്റീവ് ന്യൂസ് ഡൈജസ്റ്റ് ഈസ് പബ്ലിഷ്ഡ് ബൈ. 80ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ RBI ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.